ഹായ് നമസ്കാരം, വെൽക്കം ടു ഡ്രീം മീഡിയ. ഇന്ന് എൻ്റെ കൂടെ സംസാരിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കൂടെയുള്ളത് 25 വർഷത്തെ കേറ്ററിംഗ് രംഗത്ത് പാരമ്പര്യമുള്ള സൈനാസ് കേറ്ററേഴ്സ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഷമി സാറാണ്. ഹായ് ഷമി, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ കേറ്ററിംഗ് രംഗത്തെ ഒരു ചുവടുവെപ്പും എല്ലാ സംഭവങ്ങളും ഒക്കെ ഓക്കെ. ഇനി പക്ഷെ ഓണമാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏറ്റവും തിരക്കുള്ള ഒരു ടൈം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ടൈം അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും 25 വർഷത്തെ ഒരു സർവീസിനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ ആ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അറിയാനായിട്ട് ഒരു ആഗ്രഹം ഒന്ന് പറയാമോ? 25 വർഷമായിട്ട് എൻ്റെ ഫാദറാണ് തുടങ്ങിയത്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പേരല്ലായിരുന്നു, ഓലിൽ കാറ്ററേഴ്സ് എന്നൊരു പേരാണ് ഇട്ടിരുന്നത്. പിന്നീട് അപ്ഡേഷൻ വന്നപ്പോഴാണ് സൈനാസ് എന്ന് പേരാക്കിയത്. ആണല്ലേ? അപ്പോൾ ഈ സൈനാസ് എന്നുള്ള പേരിന് എന്തെങ്കിലും പ്രത്യേകത? സൈനാസ് എൻ്റെ മദറിന്റെ പേരാണ് സൈനാസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനൊരു പ്രത്യേക അറ്റാച്ച്മെന്റ് കൂടുതലാണ്. ഓക്കെ, ഈ 25 വർഷത്തെ ആ ഒരു ജേർണി ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഈ ഒരു മകനിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഏകദേശം ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ നമുക്ക് ചിന്തയുണ്ടാവില്ല എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം. എന്തുകൊണ്ടാണ് ഈ ഒരു പാരമ്പര്യത്തിൽ തന്നെ വരാൻ കാരണം? അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ സർവീസ് ബോയ്സ് ആയിട്ടും അല്ലാതെയും ഈ ഇതിന്റെ പുറകെ ഫുഡിന്റെ പുറകെ തന്നെയായിരുന്നു. അപ്പൊ പിന്നെ ഒരുപാട് അറ്റാച്ച്മെന്റ് അതിനോട് വന്ന കാരണം ഈ ഫീൽഡ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. ആണല്ലേ? ചെറുപ്പം മുതലേ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണോ? ചെറുപ്പം മുതലേ ഫാദറിന്റെ ഒപ്പം നിന്ന് കുക്കിംഗ് ഒക്കെ ചെയ്യായിരുന്നു. അതായത് പഠിച്ചെടുത്തപ്പോ പിന്നെ ഇതുമായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു താല്പര്യം. ശരി. വൈഫ് അവർക്കൊക്കെ എങ്ങനെ ഒരു സപ്പോർട്ട്? ഈ ഒരു തീർച്ചയായിട്ടും നല്ല സപ്പോർട്ടാണ്. വീട്ടിൽ ഫാമിലിയെ കുറിച്ചൊന്ന് പറയാമോ? ഫാമിലി, ഭാര്യ, 2 മക്കൾ, 2 ആൺപിള്ളേരാണ്. അവരിപ്പോ ഈ ഫീൽഡിലേക്ക് എടുത്ത് സഹായിക്കാൻ വരുന്നുണ്ട്. ഇപ്പോൾ ചെറുപ്പം മുതലേ തന്നെ അതുണ്ട്. അപ്പോൾ ഈ ഒരു കേറ്ററിംഗ് സർവീസിലേക്ക് ഒത്തിരി ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇതൊരു പെട്ടെന്ന് നമുക്ക് ഒരു സക്സസ്ഫുൾ ആക്കി എടുക്കുന്ന ഒരു സംഭവമല്ല. അപ്പോൾ ആ ഒരു ജേർണിയെ കുറിച്ച് പറയാമോ? ഈ ഒരു തുടക്കം മുതൽ ഇപ്പൊ ഈ ഒരു നിൽക്കുന്ന ഈ സൈനാസ് എന്ന ഒരു ബ്രാൻഡിലേക്ക് എത്തി നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയാമോ? അത് പണ്ടത്തെ കാലഘട്ടത്തിൽ, അതായത് ഈ എൻ്റെ ഫാദറൊക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഒരു കല്യാണ വീട്ടിൽ അവിടെ പോയി ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്ന് വെച്ചാൽ മെറ്റീരിയൽസ് എല്ലാം അവിടെ എടുത്തിട്ട് ഫുഡ് മാത്രം ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇത് കാറ്ററിംഗ് ഓർഡറാക്കി. കാറ്ററിംഗ് എന്ന ഫീൽഡിലേക്ക് വന്നു. അതായത് ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കാൻ രീതിയിൽ. അപ്പോൾ അന്നൊക്കെ ഇത്ര വലിയൊരു കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ നല്ലൊരു കോമ്പറ്റീഷൻ ഫീൽഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് തന്നെ. ഒരുപാട് ഊണ് പോലെ ഒരുപാട് കാറ്ററേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടുന്ന് എറണാകുളത്തായാലും മറ്റുള്ള ജില്ലകളായാലും ഒരുപാട് കാറ്ററേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാണ് വിഷയം. അപ്പോൾ പക്ഷേ ഇത്രയും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ഫുഡിന്റെ ഭാഗത്തു നിന്നാണോ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരുടെ ഒരു ഇതാണോ, അത് ഈ ഒരു ബ്രാൻഡിന്റെ പേര് കൊണ്ടാണോ ഇത് നിലനിൽക്കുന്നത്? എന്താണ് താങ്കളുടെ മനസ്സിൽ തോന്നാറുള്ളത്? ഇത് ഗുരുനാഥന്മാരുടെ അനുഗ്രഹം, കൈപുണ്യം, അതെനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്നെ പഠിപ്പിച്ച ആളാക്കിയ ഗുരുനാഥന്മാരുടെ ഒരു കൈപുണ്യം, അനുഗ്രഹവും. നമ്മൾ A to Z വരെയുള്ള കാര്യങ്ങൾ സൈനാസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് അവർ ചെറുക്കനെയും പെണ്ണിനെയും തന്നു കഴിഞ്ഞാൽ കോളൊക്കെ വേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള, അതായത് വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വൈകിട്ടുള്ള പരിപാടി പാക്കേജ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ടെൻഷനും വേണ്ട. അവർ ആ ഒരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഒരു സംശയം ചില ആൾക്കാർക്ക് ഉണ്ടാവും. ഇപ്പോൾ ഹൈഫൈ ഫാമിലിയിൽപ്പെട്ടവരുണ്ടാവും, മിഡിൽ ക്ലാസ് ഉണ്ടാവും, ചിലപ്പോൾ കുറച്ചുകൂടെ ലോവർ ബഡ്ജറ്റ് ഉണ്ടാവും. അപ്പം അവർക്കും ഒരുപക്ഷെ ആഗ്രഹം ഉണ്ടാവും കുറച്ചുകൂടെ ഹൈഫൈ ആയിട്ടൊക്കെ ചെയ്യണമെന്ന്. അപ്പം അങ്ങനെയുള്ളവരെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കും? അവരുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള നമ്മൾ ആ ഒരു പാക്കേജ് കൊടുക്കും. ഓരോരുത്തർക്കും ഓരോ ബഡ്ജറ്റ് ABC എന്നുള്ളൊരു ബഡ്ജറ്റ് ഉണ്ട്. നമ്മളൊരു ബഡ്ജറ്റ് അനുസരിച്ച് അവർക്കൊരു പാക്കേജ് കൊടുക്കും. അപ്പോൾ ഹൈ ക്ലാസ്സുകാർക്ക് അതിനുള്ള ബഡ്ജറ്റും താഴെയുള്ള ആളുകൾക്ക് അതിനുള്ള ബഡ്ജറ്റും ചെയ്തു കൊടുക്കും. അപ്പോൾ ആർക്കും ഒരു പരാതി രീതിയിൽ. എന്നിരുന്നാലും ഇതിലൂടെ എല്ലാവർക്കും ഒരേപോലെ തന്നെ ചെയ്തു കൊടുക്കുന്ന രീതിയാണ്. ഓക്കെ. സൈനാസ് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡുകൾ അങ്ങനെ വല്ലതും പ്രത്യേകത? സൈനാസിന്റെ സ്പെഷ്യൽ ഫുഡ് ബീഫ് ദം ബിരിയാണിയാണ് ഏറ്റവും കൂടുതൽ. കല്യാണ ഓർഡറുകളും കൂടുതൽ അത് തന്നെയാണ് ചെയ്യുന്നത്. ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ ഒരു കൗതുകത്തോടെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പല ആൾക്കാർക്ക്, ഇപ്പം നമ്മൾ ഹോട്ടലിൽ ചെന്നാൽ തന്നെ ചില ആൾക്കാർക്ക് ഇപ്പോൾ 10 പേര് ഒരുമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ
10 പേർക്കും 10 ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു കാറ്ററിംഗ് രംഗത്തേക്ക് ഇറങ്ങിയ സ്ഥിതിക്ക് ഇത്രയും ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കസ്റ്റമേഴ്സ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാറില്ലേ? അല്ലെങ്കിൽ ഫുഡ് ശരിയായില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ളത് അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? അത് എനിക്ക് മാത്രമല്ല എല്ലാ കാറ്റേഴ്സിനും പൊതുവെ ഉണ്ടാവാറുണ്ട്. അത് ഏൽപ്പിച്ച ആളുകൾക്കല്ല വിഷയം, അത് പുറത്തുള്ള ടീമിനായിരിക്കും വിഷയം. നമ്മൾ ഏൽപ്പിച്ച ആളുകൾ കൃത്യമായിട്ട് നമ്മൾ അതിന് മുമ്പേ മെനുവിന്റെ ഒരു കാർഡ് പുറത്തുണ്ടാവും. അപ്പൊ അവർക്ക് വിഷയമല്ല, പുറത്തെ ആൾക്കാർക്ക് വിഷയം ഉണ്ടാവുള്ളൂ. അത് നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് സംസാരിച്ച് അവിടെ ഒഴിവാക്കി വിടാനുള്ള സാധന പദ്ധതി. അതിൽ തന്നെ അവരോട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ തന്നെ ഒഴിവാക്കി വിടാനുള്ള സാധനം ചെയ്യാറ്. ആണല്ലേ? അങ്ങനെ ഒരു ദുരനുഭവം എന്തെങ്കിലും ലൈഫിൽ ഇത്രയും കാലത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ? ദുരനുഭവം ഉണ്ടാവാറുണ്ട്. പക്ഷെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ സംസാരിച്ച് അവരോട് ഒഴിവാക്കി വിടും, അല്ലാണ്ട് പ്രശ്നത്തിനായിട്ട് പോവാറില്ല. കാരണം ഇപ്പോൾ ഒത്തിരി കാറ്റർ ഉണ്ടെന്ന് പറഞ്ഞു, മാനേജ്മെന്റ് കമ്പനീസ് ആണെങ്കിലും ഈവൻറ്റ്സ് ആണെങ്കിലും കാറ്ററേഴ്സ് ആണെങ്കിലും ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇതൊരു ഭയങ്കരമായി മത്സരം നടക്കുന്ന ഒരു ഫീൽഡല്ലേ? അതിൽ സൈനാസ് എന്നൊരു ബ്രാൻഡിനെ തേടി ഒരാൾ വരണമെങ്കിൽ അതിനെന്തൊക്കെയായിരിക്കും ചെയ്യാനുണ്ടാവുക? നമ്മുടെ ഫുഡിന്റെ ക്വാളിറ്റിയും നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ഒരു എന്താ പറയുക, അവർക്ക് ഇഷ്ടപ്പെടുന്നുള്ള രീതിയിലുള്ളൊരു നമ്മൾ ചെയ്യുന്ന വർക്ക് പൂർണ്ണ മനസ്സോടെ, ഇത് ഒരു പണത്തിന് വേണ്ടി മാത്രമല്ല, ഇതൊരു പാഷൻ കൂടിയാണ്. പണത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന വർക്കല്ല. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും മനസ്സറിഞ്ഞ് ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിട്ടുണ്ട് ഇത്രമായിട്ടും എന്നാണ് ഒരു വിശ്വാസം. പണ്ട് നമ്മൾ പറയുമായിരുന്നു സ്ത്രീകളാണ് അടുക്കള ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഫുഡ് നന്നായിട്ട് ഉണ്ടാക്കാനായിട്ടുള്ള കഴിവ് സ്ത്രീകൾക്കാന്നുള്ള ഒരു പേരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കേറ്ററിംഗ് മേഖലയിലേക്കും അല്ലെങ്കിൽ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ആൺകുട്ടികൾ നന്നായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ചെയ്യുന്നുണ്ട്. ഈ ഫീൽഡിലേക്ക് ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട്. അപ്പൊ അവർക്കുള്ള ഒരു ചെറിയൊരു ഉപദേശം അല്ലെങ്കിൽ അവർക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? അവരോട് പറയാനുള്ളത്, ഫുഡ് അത് എന്താ പറയുക, പണത്തിന് മാത്രമായിട്ട് ആയിരിക്കരുത്. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം മനസ്സറിഞ്ഞ് അവർക്ക് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആ ഫുഡും ടേസ്റ്റ് ആവുള്ളൂ, നമ്മുടെ മനസ്സും നിറയുള്ളൂ. ഒരു പണത്തിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബിസിനസ് മാത്രമല്ല. മനസ്സറിഞ്ഞ് കൊടുത്താൽ മനസ്സറിഞ്ഞ് എന്താ പറയാ പണം വരും എന്ന രീതിയിലുള്ളൊരു ഇതാണ്, വിശ്വാസമാണ് അതിന്റെ ഇത്. എന്തായാലും അടിപൊളി. കേറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ് അങ്ങനെയുള്ളതിന് സംഘടന അങ്ങനെ വല്ലതും ഉണ്ടോ? നമ്മുടെ കാറ്ററിംഗിന് സംഘടന ഉണ്ട്. നമ്മുടെ CAKC എന്ന് പറയും, കോൺഫെഡറേഷൻ ഓഫ് ഓൾ കേരള കാറ്ററേഴ്സ്. അപ്പോൾ അതിലെ ഒരു മെമ്പർ കൂടിയാണ് ഞാൻ, എറണാകുളം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ അതിൽ നമുക്ക് ലൈസൻസ് മസ്റ്റാണ്, അത് ഫുഡ് ലൈസൻസ് മാത്രമല്ല നമ്മുടെ വെള്ളം, വാട്ടർ ലൈസൻസ്, ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത ശേഷമാണ് നമുക്ക് അത് ഫുഡ് ചെയ്യാൻ പറ്റുള്ളൂ. ചില ആളുകൾ ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ ശരിക്കും പറഞ്ഞാൽ കിച്ചൺ പോലും എവിടെയെന്ന് അറിയില്ല. ഇപ്പൊ സൈനാസ് എന്ന് പറയുമ്പോൾ അതിനൊരു കിച്ചൺ ഉണ്ട്, അതിനൊരു ഓഫീസ് ഉണ്ട്, അതൊരു സംഘടന ബേസിക്കലി പ്രവർത്തിക്കുന്ന ഒരു ഇതാണ്. ചില ആളുകൾ ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇത് ഫുഡ് ഏൽപ്പിച്ച ആളുകൾക്ക് റേറ്റ് കുറച്ച് മതി. ഇത് എവിടുന്നാണ് ഫുഡ് വരുന്നത്, എവിടുന്നാണ് ആരാണ് ചെയ്യുന്നതെന്ന് അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോയിസൺ മറ്റുള്ള കേസൊക്കെ വരുന്നത്. സംഘടന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അത് സംഘടനകളിൽ നമ്മൾ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്വേഷിക്കുകയും ശക്തമായ നിലപാടെടുക്കുകയും ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ ഈ ഒരു സംഘടനയിലെ അംഗം എന്നുള്ള ഒരു നിലയ്ക്ക് തന്നെ ആ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതുവരെ സംഘടനയിൽ? ഫുഡ് ഏറ്റവും ഇതിൽ സംഘടനയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഫുഡ് നല്ല ചെയ്തായിട്ട് കൂടുതൽ ക്വാളിറ്റിയിൽ കൊടുക്കാൻ സാധിച്ചു. ഒരുപാട് കാറ്റേഴ്സായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ആ രീതിയിൽ അവരെപ്പോലെ തന്നെ എന്നെക്കാട്ടിൽ കൂടുതൽ മികച്ച ആൾക്കാരാണ്, അവരെപ്പോലെ തന്നെ പ്രവർത്തിക്കാനും ഒരുപാട് വിഷയങ്ങളിൽ ഇടപെടാനും സാധിച്ചിട്ടുണ്ട്. ഫുഡായിട്ട് ബന്ധപ്പെട്ട് പൈസ തരാതെ ഇരിക്കുന്ന ആളുകൾക്ക് പൈസ വാങ്ങിച്ചു കൊടുക്കാനും സംഘടന ഇടപെട്ട് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഫുഡുമായി ബന്ധപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി ചോദിക്കാം, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് സദ്യയും, അത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടടുത്ത് വരുന്നതാണ് ബീഫ് ബിരിയാണി. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡ് സദ്യ എന്ന് ഇപ്പോഴും പറയും. കാരണം അതൊരു പ്രത്യേക ഒരു ഇലയിലിട്ട് കഴിക്കുന്ന രീതി വേറെയാണത്. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ ഫുഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ 2-3 ബ്രാഞ്ചുകൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. അതിൻ്റെ ചെറിയൊരു പണിപ്പുരയിലാണ്. അപ്പൊ ഉടൻ തന്നെ അതുണ്ടാവും. സൈനാസ് എന്നുള്ള ആ ഒരു ബ്രാൻഡ് നെയിമിൽ തന്നെയായിരിക്കും? തീർച്ചയായിട്ടും സൈനാസ് എന്ന ബ്രാൻഡ് നെയിമിൽ തന്നെ ഇരിക്കും. എന്തായാലും ഒത്തിരി സന്തോഷം. സൈനാസിനി കേരളം മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു ഈവന്റ് മാനേജ്മെന്റും കേറ്ററേഴ്സും ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനയും. താങ്ക് യു സോ മച്ച്.
ഇന്നത്തെ വിശേഷങ്ങളും കഥകളുമായിട്ട് നമ്മൾ യാത്ര ചെയ്തത് സൈനാസ് കേറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ കൂടെയാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം നമ്മൾ കേട്ടു. ഒരു കമ്പനി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അതിന്റെ സക്സസ് ജേണിയെ കുറിച്ചും എല്ലാം നമ്മൾ സംസാരിച്ചു. ഇതുപോലെ പുതിയ കഥകളും വിശേഷങ്ങളും എല്ലാമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ദിസ് ഈസ് മീ ശാന്തില സൈനിങ് ഓഫ്. ബൈ.